പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നു വീണു. വാർഡിന്റെ വരാന്തയിലെ PVC ഷീറ്റിൽ തീർത്ത സീലിംഗാണ് തകർന്നു വീണത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഐസൊലേഷൻ വാർഡ് ഉദ്ഘാടനം കഴിഞ്ഞത്. ഇലക്ട്രിക്കൽ പണികൾ പൂർത്തിയാകാത്തത് മൂലം ഇതുവരെ വാർഡ് തുറന്നുകൊടുത്തിട്ടില്ല. കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ ഇലക്ട്രിക്കൽ പണികൾ നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി സീലിംഗ് അഴിച്ച് വയറിംഗ് ജോലികൾ ചെയ്ത് പരിശോധിച്ചിരുന്നു. ഇതിനുശേഷം സീലിംഗ് ഉറപ്പിക്കാത്തതാണ് തകർന്നു വീഴാൻ കാരണമെന്ന് പറയുന്നു. ഇത് വയറിങ്ങിന് വേണ്ടി അവർ ഈ ഷീറ്റൊക്കെ പൊളിച്ചപ്പോൾ അറിഞ്ഞിരുന്ന് വീണതല്ല, വേറെ ബേസിക് കംപ്ലൈൻറ്റ് ഉള്ളതല്ല. ഇത് ICUവിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോൾ റിസർവിന് വേണ്ടി വന്നാൽ അങ്ങനെ എനിക്കപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ റിസർവ് വേണ്ടി വന്നാൽ എനിക്ക് മാറ്റി വെച്ചാൽ കേട്ടതാണ്. മറ്റേ പണി ഇപ്പോൾ ഒരു വിളിച്ചിട്ടുണ്ട്. ഇന്നലെ അവർ വന്ന് ആ പണി ചെയ്തതിൻ്റെ അവർ പണി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ഷീറ്റിൽ പോയിട്ടുണ്ടാകുന്നുണ്ട്. കാലപ്പറക്കുന്നത് പോയി നല്ല കണ്ടറിയാം. ാണ് ഈ ഭാഗം തകർന്നു വീണത്. KK രാമചന്ദ്രൻ MLAയുടെ ആസ്തി വികസന ഫണ്ടും കിഫ്ബി ഫണ്ടും ചേർത്ത് 1.25 കോടി രൂപയിലാണ് ഐസൊലേഷൻ വാർഡ് നിർമ്മിച്ചത്. തൃശൂർ ഡിസ്ട്രിക്ട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കായിരുന്നു നിർമ്മാണ ചുമതല. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഐസൊലേഷൻ വാർഡ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചത്.